ഈ ബുധനാഴ്ച പകലിൽ ഒരുമിച്ച് ദൈവശബ്ദം കേൾക്കുവാൻ കർത്താവിൻ്റെ പൊന്നു പാദപീഠത്തിൽ കടന്നു വന്നിരിക്കുന്ന മുഴുവൻ അഭിഷിക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ, ഉപജീവന മണ്ഡലങ്ങളിൽ, വിദ്യാഭ്യാസ കാര്യാദികളിൽ, യാത്രകളിൽ ഒക്കെ ദൈവം വലിയ ബ്ലെസ്സിങ് ആമേൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ തന്നിരിക്കുന്ന ദൂത് പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ തിരിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 55, 16, 17 വാക്യം. സങ്കീർത്തനങ്ങൾ 55, 16, 17 വാക്യങ്ങൾ. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗമാണ്. ആമേൻ. കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ചു, ഇത് ദാവീദിൻ്റെ ഒരു ധ്യാനമാണ്. ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ആമേൻ. എന്ന് അതിനേക്കാളും കുറച്ചുകൂടെ ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊരു ധ്യാനം. ആമേൻ. ദാവീദിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഈ സങ്കീർത്തന പുസ്തകങ്ങളെല്ലാം ആമേൻ ഏറെക്കുറെയൊക്കെ ദാവീദിൻ്റെ സങ്കീർത്തനം 73 സങ്കീർത്തനം ദാവീദ് എഴുതി. ഏകദേശം പകുതി ഭാഗത്തോളം താൻ എഴുതുവാനിടയായി. പറയുന്ന ഈ പ്രഭാതത്തിൽ പറയുന്ന കാര്യം ആമേൻ എല്ലാ സങ്കീർത്തന ഭാഗത്തിലും ദാവീദിൻ്റെ ഒരു പ്രത്യേക ഒരു ആമേൻ ആത്മീക അന്തരീക്ഷം നിറയപ്പെട്ട ചില സങ്കീർത്തന ഭാഗങ്ങളാണ്. സ്തോത്രം. ആമേൻ. അതാണ് സങ്കീർത്തനത്തിൽ പറയുന്നത് ഇങ്ങനെ, ഞാൻ അവനോട് പറ്റിയിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഞാൻ ദൈവത്തോട് പറ്റിയിരിക്കുമ്പോൾ അവൻ എന്നെ വിടുവിക്കും. ഇവിടെ പറയുന്നത് ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. സ്തോത്രം. അവിടെ
വേറൊരു വ്യക്തിയെക്കുറിച്ചല്ല പറയുന്നത്, ഞാനോ ആമേൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. എന്നിട്ട് വിശ്വാസത്തിൽ പറയുകയാണ്, യഹോവ എന്നെ എന്തു ചെയ്യും? രക്ഷിക്കും. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ, നിങ്ങൾ ഏത് രാജ്യത്തിരുന്ന് കേൾക്കുന്നു എന്നെനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് രാത്രി ഈ പ്രഭാതത്തിൽ കഴിഞ്ഞ രാത്രി മുഴുവൻ നമ്മെ പരിപാലിച്ച ഒരു ദൈവം നമ്മുടെ നടുവിൽ ഇന്ന് പകൽക്കാലം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ബുധനാഴ്ച പകലിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആമേൻ വചനത്തിൻ്റെ ആമേൻ അകത്തളങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, പരിശുദ്ധാത്മാവിൽ ആമേൻ നമ്മൾ നിറയപ്പെടുമെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് ദാവീദ് പറഞ്ഞത്, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. ആമേൻ. എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ദാവീദ് പറയും, ഞാൻ ഉറക്കെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. ഒരു ഭാഗത്ത് പറയുന്നത്, ഞാൻ എൻ്റെ ദൈവത്തെ ആമേൻ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. സ്തോത്രം. ആമേൻ. അപ്പോൾ എത്രത്തോളം ദാവീദ് ദൈവത്തെ ആമേൻ ഉയർത്തി കാണിച്ചിട്ടുണ്ടോ അതിൻ്റെ ഏറ്റവും വലിയ എ മുതൽ ഇസഡ് വരെയുള്ളൊരു കാര്യം ഇതാണ്, ദാവീദിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്ന് വലിയവനായ ദൈവത്തെ താൻ വിളിച്ചപേക്ഷിക്കുക. ആഴത്തിൽ. സ്തോത്രം. ആമേൻ. അതാണ് പാട്ടുകാരൻ പാടിയത്, ആഴത്തിലെന്നോടും നിടപെടണേ, ആത്മാവിലെന്നോടും നിടപെടണേ, ആരിലും ശ്രേഷ്ഠനാ, ആരിലും ശ്രേഷ്ഠമാ, ആഴത്തിലെന്നോടും നിടപെടണേ, ആത്മാവിലെന്നോടും നിടപെടണേ. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ ദൈവ സന്നിധിയിൽ ആത്മാർത്ഥതയോടെ ആമേൻ. നോക്കിക്കേ 17-ാം വാക്യം പറയുന്നത്, ഞാൻ വൈകുന്നേരത്തും, കണ്ടോ അവിടെ പറയുന്നത് ഞാൻ വൈകുന്നേരത്തും, അടുത്ത് പറയുന്നത് കാലത്തും, പിന്നെ ഉച്ചയ്ക്കും. ആമേൻ. അപ്പോൾ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും എന്താ പറയുന്നത്? സങ്കടം ബോധിപ്പിച്ച് കരയും. ആരുടെ സന്നിധിയിലാണ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ. എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. അടുത്ത് പറയുക, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. കണ്ടോ, ഉറപ്പ് കണ്ടോ? പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് വിശ്വാസം വേണം, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന്. കരയുമ്പം വിശ്വാസം വേണം, എൻ്റെ കണ്ണുനീർ കർത്താവ് കണ്ടു എന്ന്. രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിശ്വാസം വേണം, കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന്. ആമേൻ. ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ഒരു സന്തോഷം വേണം, കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടു. ആമേൻ. സ്തോത്രം. കാലത്ത് പ്രാർത്ഥിക്കുമ്പോൾ, രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കണം, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ഇപ്പോൾ രാവിലെ എത്ര പേര് പ്രാർത്ഥിച്ചു? ആമേൻ. ഈ പ്രഭാതത്തിൽ എത്ര പേര് പ്രാർത്ഥിച്ചു? പരിശുദ്ധാത്മാവി ഡിസംബർ മാസം ഈ 17-ാം തീയതി ദൈവാത്മാ പറയുന്നു, ആരെല്ലാം പ്രാർത്ഥിച്ചു ഇന്ന് പകൽക്കാലം? ആമേൻ. ആരെല്ലാം പ്രാർത്ഥിച്ചു? ഇപ്പോഴും ആമേൻ. ഈ വീട്ടിൽ ആരൊക്കെയോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പലരും ഉറങ്ങുക. മണി 9 സ്തോത്രം. ഹല്ലേലൂയ. രക്തം ജയം. ദൈവകുഞ്ഞെ, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. ആമേൻ. സ്തോത്രം. അപ്പോൾ ദാവീദിന് അത്രത്തോളം വേദനകളുണ്ടായിരുന്നു. അടുത്ത 18-ാം വാക്യം നോക്കിയേ, എന്നോട് കയർക്കുന്നവർ അനേകരായിരിക്കെ ആരും എന്നോട് അടുത്തുകൂടാത്ത വണ്ണം അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്തു, സമാധാനത്തിലേക്കാക്കി. കണ്ടോ? ആമേൻ. ദൈവം ഒരിക്കലും ആമേൻ കൈവിടില്ല എന്നൊരു ഉറപ്പ് നമുക്കുണ്ടോ? കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ ഒരു നാൾ നിങ്ങൾ എന്ത് ചെയ്യില്ല, കൈവിടില്ല. അടുത്ത് പറഞ്ഞത് എന്താണ്? ഉപേക്ഷിക്കില്ല. ഹല്ലേലൂയ. അതാ ദാവീദ് 27 സങ്കീർത്തനത്തിൽ പറഞ്ഞ ഇങ്ങനെയാണ്. ഇങ്ങനെ പറഞ്ഞതെന്നറിയാമോ? എൻ്റെ അപ്പനും അമ്മയും എന്നെ എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. അതേ ശബ്ദത്തിൽ ദാവീദ് പറയുന്നു, എങ്കിലും ആമേൻ ദൈവം എന്നെ ചേർത്ത് കൊള്ളും. ആമേൻ.
ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ചില വേദനകളും പ്രയാസം കടന്നു വരുമ്പോൾ അധൈര്യപ്പെട്ടു പോകാനല്ല, ദൈവകുഞ്ഞെ ആഴത്തിൽ പ്രാർത്ഥിപ്പാൻ, ദൈവസന്നിധിയിൽ നിലവിളിപ്പാൻ ഇന്ന് പകൽക്കാലം നമ്മൾ ബാധ്യസ്ഥരാണ്. ഒന്നാമത്തെ കാര്യം, ഈ 2025 പ്രാരംഭം മുതൽ ഈ ഡിസംബർ മാസം 17-ാം തീയതി വരെ നമ്മെ പോഷിപ്പിച്ച് ഇതുവരെ നടത്തിയ ദൈവത്തിന് എന്ത് പകരം കൊടുക്കും? എന്ത് പകരം കൊടുക്കും? ഈ 12 മാസത്തെയും ദൈവം നമുക്ക് അനുഗ്രഹിച്ച് തന്നതിന് എന്ത് പകരം കൊടുക്കും? ഹല്ലേലൂയ. പലപ്പോഴും ശത്രുവായപ്പോൾ പറഞ്ഞില്ലേ, തകർത്ത് കളയും, തീർത്ത് കളയും, മുടിച്ചു കളയുമെന്ന്. എന്താ ദൈവം വിട്ടുകൊടുക്കാത്തത്? ദൈവത്തിന് ഇന്ന് പകൽക്കാലം ചില വ്യക്തികളോട് ഇടപെടുവാനുണ്ട്. ശവനപരഗതന. ദൈവകുഞ്ഞെ, നീ തീരുമാനമെടുക്കണം. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. യെസ്, മനുഷ്യനെ നീ വിളിക്കണ്ട, മനുഷ്യനോട് നീ അപേക്ഷിക്കണ്ട. ദൈവത്തോട് അപേക്ഷ കഴിക്കുമെങ്കിൽ യഹോവ എന്നെ രക്ഷിക്കും. കണ്ടോ അവൻ്റെ ഉറപ്പും വിശ്വാസവും? കണ്ടോ, ഏത് യുദ്ധക്കളത്തിലും ദൈവം ദാവീദിനെ രക്ഷിക്കുമെന്ന് ദാവീദിന് ഉറപ്പുണ്ട്. ഇന്ന് പകലിൽ വീണ്ടും നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക എന്ന് യോശുവയുടെ പുസ്തകത്തിനകത്ത് 1-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ അവിടെ പറയുക, യോശുവേ, നീ വീണ്ടും നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. സ്തോത്രം. കാരണം നിൻ്റെ ചുറ്റും നിൽക്കുന്നവരൊന്നും നീ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ല. നിനക്കവരെ അളക്കാൻ കഴിയില്ല, നിനക്കവരെ ആരായാൻ കഴിയില്ല. അത്ര ക്രിമിനൽ മൈൻഡുള്ളവരാ, ക്രൂവൽറ്റി മൈൻഡുള്ളവരാ നിൽക്കുന്ന ചുറ്റും. അപ്പം നീ എന്ത് ചെയ്യണം? നല്ല ഉറപ്പുള്ളവരായിരിക്കണം. ഒരിക്കലും നീ ശകലം പോലും ബാക്കിലോട്ട് മാറരുത്. നല്ല ഉറപ്പുള്ള, ആരുടെയൊക്കെ ദൈവാത്മ പറയുന്നു, നല്ല ഉറപ്പുള്ള വ്യക്തിയായിരിക്കട്ടെ. ഡബാരബന രഗതനെ ശംധന വൈഡമാന ശംധരാജ വൈഡമാന ചൂടമാന വൈഡരത്തുരന്തരേതരത്തുരാരികൽക്കനാദി. ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. ഇന്ന് പകലിൽ നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. എന്നോട് കയർക്കുന്നവർ അനേകരായിരിക്കെ. ആമേൻ. സ്തോത്രം. ആരും എന്നോട് അടുത്ത് ആമേൻ കൂടാത്ത വണ്ണം അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്തു, സമാധാനത്തിലേക്ക് ആക്കി. ഇന്ന് പകലിൽ ആ കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽ വേളയ്ക്കായി സ്തോത്രം. ഒരു ബുധനാഴ്ച കൂടെ അപ്പൻ്റെ മുമ്പിൽ കടന്നു വരുവാൻ സർവശക്തൻ്റെ ചെയ്ത വലിയ കൃപകൾക്കായി ഭാഗ്യത്തിനായി സ്തോത്രം. ആമേ. ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന മുഴുവൻ ജനത്തെയും ദൈവം വചനത്തിൽ ഉറപ്പിക്കണമേ അപ്പ. വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് വരുവാൻ സഹായിക്കണം. കൃപയിൽ പൊതിയും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.